ആലപ്പുഴ അരൂരിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന ആകാശപാതയുടെ ഗർഡർ തകർന്നു വീണ് മരിച്ച ഹരിപ്പാട് സ്വദേശി രാജേഷിന് വിട. ഇന്ന് ഈ 7 മണിയോടുകൂടിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ഷാജഹാൻ ചേരുന്നുണ്ട് വിശദമായ വിവരങ്ങളുമായി. ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് രാജേഷ് എന്ന യുവാവ് അരൂർ ആകാശപാതയുടെ നിർമ്മാണത്തിലിരുന്ന ഗർഡറുകൾ വീണ് മരണപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നും മൊട്ടയുമായി നാട്ടിലേക്ക് വരുന്ന വഴി ഹരിപ്പാട്ടേക്ക് വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. 2 ഗർഡറുകളാണ് വീണത്. നിർമ്മാണത്തിലെ പിഴവാണ് ഇതിന് കാരണം. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അതിന് 2-2.5 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്തത്. പിന്നീട് ഏതാണ്ട് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടുവളപ്പിലെത്തിച്ചത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലും പൊതുദർശനത്തിൽ വെച്ചു. മതാചാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയം മുൻപ് സംസ്കരിക്കുകയായിരുന്നു. 2 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. അതിൽ ഒരു കുട്ടി, 2 വിദ്യാർത്ഥികളാണ്. ഒരു കുട്ടി പ്രമേഹ രോഗിയാണ്. ആ കുട്ടിയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വേർപാട് നാടിനും അതോടൊപ്പം തന്നെ വീട്ടുകാർക്കും വലിയ ഒരു നൊമ്പരമായിട്ട് മാറിയിരിക്കുകയാണ്. ആകാശപാതയുടെ നിർമ്മാണം ഏതാണ്ട് കഴിഞ്ഞ 2023 അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ഗട്ടറുകളൊക്കെ ഏതാണ്ട് 80% നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതിൻ്റെ ഗട്ടറുകൾ 2 ഗട്ടറുകൾ അതിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നതിനിടയിൽ അതുവഴി പോവുകയായിരുന്ന ഈ രാജേഷ് ഓടിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് അത് പതിക്കുകയാണ്. തൊട്ട് പുറകിൽ KSRTC ബസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് എന്നാണ് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ അവിടെ എത്തിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്ന് ജില്ലാ ഭരണകൂടവും സർക്കാരും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ പറയുകയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ചില പ്രതിഷേധ സമരങ്ങളൊക്കെ നടന്നു. ഒട്ടനവധി അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഈ ദേശീയപാത നിർമ്മാണം നൽകിയിരിക്കുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിരുന്നതായിട്ടും നാട്ടുകാർ പറയുന്നു. എന്തായാലും അതിനുശേഷം ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ അരൂർ MLA ദിലീമ ജോജോ ഒക്കെ തന്നെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഏതാണ്ട് 25 ലക്ഷം രൂപയോളം ഇവരുടെ കുടുംബത്തിനൊരു സഹായം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഏതാണ്ട് 4 ലക്ഷം രൂപയോളം നഷ്ടപരിഹാരമായി നൽകാൻ ജില്ലാ കളക്ടറും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായകരമായിട്ടാണ് ഈ ഫണ്ട് നൽകുന്നത്. എന്തായാലും നാടിന് നടക്കിയ ഈ സംഭവം വളരെ വേദനയോടുകൂടി തന്നെയാണ് നമുക്ക് രാവിലെ കേൾക്കാൻ സാധിച്ചത്. ഈ വാർത്ത വലിയൊരു ദുരന്തം, അതായത് പക്ഷേ ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് തന്നെ വഴിവെക്കുമായിരുന്നു. കാരണം ഒട്ടനവധി വാഹനങ്ങൾ നിരന്തരമായി പോകുന്നൊരു പാതയാണ്. നമുക്കറിയാം, ദേശീയപാതയാണ്, ഒട്ടനവധി വാഹനങ്ങൾ പോകുന്ന ഭാഗമാണ്. ഇതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടും നമുക്ക് നിർമ്മാണം നടത്താൻ സാധിക്കില്ല. പക്ഷേ അതിന് വാഹനത്തിന് 2 ഭാഗങ്ങളിലായിട്ട് വിട്ടുകൊണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ഗർഡറുകൾ വീഴുകയും വലിയ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തത്.